നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. പ്രൈവറ്റ് ബസ് വ്യവസായം തകർച്ചയിൽ എത്തിച്ച് പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി. വരുമാനം പകുതിയിലേറെ കുറഞ്ഞു. ഒരു മാസത്തിനിടെ സർവീസ് അവസാനിപ്പിച്ചത് നിരവധി സ്വകാര്യ ബസ്സുകൾ. KSRTCയുടെ സമയം പുനഃക്രമീകരിക്കണമെന്ന് ആവശ്യം. കാഞ്ഞിരപ്പള്ളി വിദ്യാഭ്യാസ ജില്ലയിലെ ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാമിന് തുടക്കം. യഥാർത്ഥ കഴിവുകൾ സ്വയം തിരിച്ചറിയണമെന്ന് പ്രൊഫസർ റോണി കെ ബേബി MLA. പൂവർണയിൽ നിന്നും കഞ്ചാവ് പിടികൂടിയ കേസിലെ പ്രതിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. പിടിയിലായത് തൊടുപുഴ സ്വദേശി. പൈതൃക സ്മരണകൾ ഉണർന്നു. സംക്രാന്തി സംക്രമവാണിഭത്തിന് തുടക്കം. തനിമ ചോരാതെ ഗ്രാമീണ ചന്ത. വാർത്തകൾ വിശദമായി. പൂർണ്ണമായും തകർച്ചയിലേക്ക് കൂപ്പുകുത്തി സംസ്ഥാനത്തെ പ്രൈവറ്റ് ബസ് വ്യവസായം. സംസ്ഥാന സർക്കാരിന്റെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയാണ് പ്രൈവറ്റ് ബസ്സുകളുടെ വയറ്റത്തടിച്ചത്. സർക്കാരിന്റെ പ്രിയദർശിനി പദ്ധതി വന്നതോടെ സ്വകാര്യ ബസ് മേഖല തകർച്ചയിലേക്ക് കൂപ്പുകുത്തി. ഒരുവിധം മുൻപോട്ട് പോയിരുന്ന സ്വകാര്യ ബസ് മേഖലയ്ക്ക് കൂടുതൽ പ്രഹരം ഏൽപ്പിച്ചിരിക്കുകയാണ് KSRTCയുടെ സ്ത്രീ സൗജന്യ യാത്രാ പദ്ധതി. സ്വകാര്യ ബസ്സുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ വിദഗ്ധ സമിതിയെ ഏർപ്പെടുത്തിയെങ്കിലും സമിതിയുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് നൽകുന്നതുവരെ എങ്ങനെ സർവീസ് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ആശങ്കയാണെന്ന് കേരള പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി KS സുരേഷ് പറഞ്ഞു. ഏതാണ്ട് 40% സ്വകാര്യ ബസ്സുകൾക്ക് ഈ പ്രിയദർശിനി പദ്ധതി മൂലം വരുമാന നഷ്ടം വന്നിട്ടുണ്ടെന്നും അതിനകത്ത് 25% ബസ്സുകൾക്ക് സർവീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ മേലാത്ത സാഹചര്യമാണെന്നും മന്ത്രി ആമുഖമായിട്ട് തന്നെ മന്ത്രി പറയുകയുണ്ടായി. നമ്മുടെ ബുദ്ധിമുട്ടും വിഷയങ്ങളും ഗവൺമെൻറ് സർക്കാരും മന്ത്രിയും മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഞങ്ങളതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾക്ക് ഈ 6 ആഴ്ച സമയം മന്ത്രി ചോദിച്ചിരിക്കുന്നു. ഈ 6 ആഴ്ച എത്രമാത്രം ഈ തീരുമാനം പ്രായോഗികമാണെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. കാരണം ഈ നഷ്ടം വരുന്ന വണ്ടികളെ 6 ആഴ്ചയ്ക്കുള്ളിൽ കണ്ടുപിടിച്ച് അവർക്ക് കോമ്പൻസേറ്റ് ചെയ്യാമെന്ന് പറയുന്നത് അതത്ര പ്രായോഗികമാണോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ 6 ആഴ്ച സർവീസ് നടത്തിക്കൊണ്ട് എങ്ങനെ 6 ആഴ്ച എന്ന് പറയുമ്പോൾ 1.5 മാസമായി. ഈ 1.5 മാസം കൂടെ ഈ സർവീസ് പല ഉടമകൾക്കും മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യമുണ്ട്. സ്ഥിരം സ്ത്രീ യാത്രക്കാരുൾപ്പെടെ KSRTCയിലേക്ക് മാറിയതോടെ പ്രതിസന്ധി ഇരട്ടിയായി. ഒരു മാസത്തിനിടെ കുറച്ച് സ്വകാര്യ ബസ്സുകൾ സർവീസ് അവസാനിപ്പിച്ചിട്ടുണ്ട്. KSRTCയുടെ ഷെഡ്യൂൾ പുനഃക്രമീകരിക്കുമെന്ന് സർക്കാർ പറഞ്ഞിരുന്നെങ്കിലും അതും നടപ്പായില്ലെന്നും ഇവർ പറയുന്നു. 6 ആഴ്ച കൊണ്ട് വിദഗ്ധ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സർക്കാർ നിർദ്ദേശം. എന്നാൽ അതുവരെ പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്ന ആശങ്കയിലാണ് ബസ് ഉടമകൾ. ഉടൻ കമ്മിറ്റി ചേർന്ന് തുടർ പരിപാടികൾ തീരുമാനിക്കുമെന്നും ബസ് ഉടമകൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാഞ്ഞിരപ്പള്ളി വിദ്യാഭ്യാസ ജില്ലയിലെ ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാമിന്റെ 2026-27 വർഷത്തെ പ്രവർത്തനങ്ങൾ തുടങ്ങി. കാഞ്ഞിരപ്പള്ളി MLA പ്രൊഫസർ റോണി കെ ബേബി ഉദ്ഘാടനം നിർവഹിച്ചു. യഥാർത്ഥ കഴിവുകൾ നാം സ്വയം തിരിച്ചറിയണമെന്ന് അദ്ദേഹം പറഞ്ഞു. കാഞ്ഞിരപ്പള്ളി ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാമിന്റെ 2026-27 വർഷത്തെ പ്രവർത്തനോദ്ഘാടനം പൊൻകുന്നം ഗവൺമെന്റ് HSSൽ നടന്നു. കാഞ്ഞിരപ്പള്ളി MLA പ്രൊഫസർ റോണി കെ ബേബി ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികളിലെ കഴിവുകളെ ഒരിക്കലും ഉപയോഗിക്കാതെ പോകരുതെന്നും ആദ്യം കഴിവുകൾ തിരിച്ചറിയുകയാണ് ചെയ്യേണ്ടതെന്നും പ്രൊഫസർ റോണി കെ ബേബി പറഞ്ഞു. യഥാർത്ഥ കഴിവുകൾ എന്ന് പറയുന്നത് സ്വയം തിരിച്ചറിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ടാലന്റുകൾ, നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന കഴിവുകൾ, ആ കഴിവുകളെ നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാതെ പോകരുത്. ആ കഴിവുകൾ ഏതാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട്, നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട്, നമുക്കില്ലാത്ത കഴിവ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകരുത്. പാട്ട് പാടാനുള്ള കഴിവില്ലെങ്കിൽ നമ്മൾ 24 മണിക്കൂർ പാട്ട് പാടി ഞാനൊരു നല്ല പാട്ടുകാരനാകും എന്ന് പറഞ്ഞാൽ ഒരിക്കലും പാട്ടുകാരനാകാൻ പോകുന്നത്. അതൊക്കെ ജന്മനാലുള്ള കഴിവുകൾ. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്നാണ് നമ്മുടെ കഴിവുകളെ നമ്മൾ തിരിച്ചറിയുന്നത്. കാഞ്ഞിരപ്പള്ളി വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ രോഷ്ന അലിക്കുഞ്ഞ് അധ്യക്ഷയായ യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഭിലാഷ് ചന്ദ്രൻ മുഖ്യ സന്ദേശം നൽകി. പ്രോഗ്രാം കോർഡിനേറ്റർ രാജേഷ് K. രാജു പ്രോഗ്രാമിനെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും നിർദ്ദേശങ്ങൾ നൽകി. ഡോക്ടർ സ്മിത ശങ്കർ, അജാസ് വാരിക്കാടൻ, ആശ രാജ്, നിയാസ് MH, രജനി MC തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പൂവരണയിൽ നിന്നും കഞ്ചാവ് പിടിച്ച കേസിലെ പ്രതിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. തൊടുപുഴ സ്വദേശി ജിജോയാണ് പ്രതി. പൂവരണയിലെ വീട്ടുവളപ്പിൽ നിന്നാണ് കഞ്ചാവ് കഴിഞ്ഞ ദിവസം പിടികൂടിയത്. പാല പൂവരണയിൽ കഞ്ചാവ് പിടിച്ചെടുത്ത കേസിൽ പ്രതിയെ തെളിവെടുപ്പിന് എത്തിച്ചു. പൂവരണയിൽ നിന്ന് 2 കിലോ കഞ്ചാവ് പിടിച്ചെടുത്ത കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രതിയെയാണ് പോലീസ് സംഭവ സ്ഥലത്ത് തെളിവെടുപ്പിന് എത്തിച്ചത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ തൊടുപുഴ സ്വദേശി ജിജോയുടെ പൂവരണയിലുള്ള വീടിന് സമീപത്തു നിന്നും 2 കിലോ കഞ്ചാവ് കഴിഞ്ഞ ജൂൺ 19 പോലീസ് പിടിച്ചെടുത്തിരുന്നു. പാല SI ദിലീപ് കുമാറിന്റെ നേതൃത്വത്തിലാണ് കഞ്ചാവ് പിടിച്ചെടുത്തത്. ന്യൂസ് ബ്യൂറോ, പാല. ഗ്രാമ പൈതൃകത്തിന്റെ നേർക്കാഴ്ചയായി സംക്രാന്തിയിലെ സംക്രമ വാണിഭം. കോട്ടയം നഗരസഭയാണ് സംക്രമ വാണിഭത്തിന് നേതൃത്വം നൽകുന്നത്. കാർഷിക പണിയായുധങ്ങൾ മുതൽ വീട്ടിലേക്ക് ആവശ്യമായ സാധന സാമഗ്രികളും ഫർണിച്ചറുകളുമെല്ലാം ഇവിടെ ലഭിക്കും.
പഴമയുടെ സുഗന്ധവുമായി സംക്രാന്തി സംക്രമ വാണിഭത്തിന് തുടക്കമായി. കർക്കിടക സംക്രമത്തോടനുബന്ധിച്ച് നടക്കുന്ന പരമ്പരാഗത നാട്ടുചന്തയാണ് സംക്രാന്തി സംക്രമ വാണിഭം. കോട്ടയം നഗരത്തിലെ സംക്രാന്തിയിലും സമീപ പ്രദേശമായ പാക്കിലുമാണ് സംക്രമ വാണിഭം പ്രധാനമായും നടക്കുന്നത്. പണ്ടുകാലത്ത് പഞ്ഞമാസമായ കർക്കിടകത്തിന് ആവശ്യമായ സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങി സൂക്ഷിക്കുന്നതിനുണ്ടായ കാർഷിക വിപണിയാണിത്. സംക്രാന്തി വിളക്കമ്പലത്തിൽ നടക്കുന്ന സംക്രമ ഉത്സവത്തിന്റെ ഭാഗമായി വഴിയോര മേളയായാണ് സംക്രമ വാണിഭം സംഘടിപ്പിക്കുന്നത്. കുമാരനെല്ലൂർ ഊരാൺമ ദേവസ്വത്തിന്റെയും സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെയും സഹകരണത്തോടെ കോട്ടയം നഗരസഭയുടെ നേതൃത്വത്തിലാണ് സംക്രാന്തിയിലെ വാണിഭം. കാർഷിക പണിയായുധങ്ങൾ മുതൽ വീട്ടിലേക്ക് ആവശ്യമായ സാധന സാമഗ്രികൾ, ഫർണിച്ചറുകൾ, ഇരുമ്പ് സാധനങ്ങൾ, മൺചട്ടികൾ തുടങ്ങി ഒട്ടേറെ ഇനങ്ങൾ ഇവിടെ ലഭിക്കും. 100 രൂപ മുതലുണ്ട്. ചെറുത് വലുത് 200, 150, 180 പല വിലയുടെ ഉണ്ട്. ആണോ? നല്ലൊരു മീൻ ചട്ടി കറി വെക്കാനുള്ള ചട്ടിക്ക് മുക്കാൽ കിലോ മീനൊക്കെ വെക്കണേ 200 രൂപ. കരിച്ച് കിട്ടി. വൈദ്യുതിയും കൂടി കുറയും, ചുമലായിരിക്കും. വാങ്ങുന്നവർ വാങ്ങുന്നുണ്ട്. ഇപ്പോൾ ഒത്തിരി ആൾക്കാർ മൺചട്ടിയിലേക്ക് വന്നിട്ടുണ്ട്. ഈ ക്യാൻസർ അസുഖങ്ങളുടെ ആ ഒരു ഇതുകൊണ്ട് അലുമിനിയം നോൺ സ്റ്റിക്കൊക്കെ കുറച്ചുകൊണ്ട് മൺപാത്രത്തിലേക്ക് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ഈറ്റ കൊണ്ടുള്ള മീൻകുട്ട, വാലൻകുട്ട, വട്ടക്കുട്ട, മുറം, തഴപ്പായ തുടങ്ങിയവയുമായി കച്ചവടക്കാർ നിരന്നു കഴിഞ്ഞു. കാർഷിക ഉപകരണങ്ങളായ വിവിധ തരം തൂമ്പകൾ, വാക്കത്തി, അരിവാൾ, ഇരുമ്പ് ഉപകരണങ്ങൾ തുടങ്ങിയവയെല്ലാം സംക്രാന്തി വാണിഭത്തിലുണ്ട്. കൂടാതെ പാത്രങ്ങൾ, പലഹാരങ്ങൾ ഇവയെല്ലാം വാണിഭത്തിൽ ഒരുക്കിയിട്ടുണ്ട്. കർക്കിടകത്തിന്റെ തലേദിവസമാണ് സംക്രാന്തി വാണിഭം തുടങ്ങുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൂതക്കുഴി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദേവസ്വം കൗണ്ടർ സമർപ്പണവും നടപ്പന്തൽ നിർമ്മാണ ശിലാസ്ഥാപനവും നടന്നു. പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ MJ ദേവസ്വം കൗണ്ടർ ഉദ്ഘാടനം ചെയ്തു. ചേനപ്പാടി പൂതക്കുഴി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദേവസ്വം കൗണ്ടർ സമർപ്പണവും നടപ്പന്തൽ പണിയുന്നതിന്റെ ശിലാസ്ഥാപനവും നടന്നു. പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ MJ യാണ് ചടങ്ങുകൾ കൈയെത്തിയത്. ക്ഷേത്രത്തിലെത്തിയ MLAയെ ക്ഷേത്രം ഭാരവാഹികൾ സ്വീകരിച്ചു. തുടർന്ന് പുതുതായി നിർമ്മിച്ച ദേവസ്വം കൗണ്ടർ ഭക്തർക്കായി സമർപ്പിച്ചു. NSS യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MS മോഹനൻ നടൽപ്പന്തലിന് ശിലാസ്ഥാപനം നിർവഹിച്ചു. തുടർന്ന് നടന്ന സമ്മേളനം അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ MJ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പ്രദേശത്തിൻ്റെ ഒരു സമഗ്രമായ വികസനത്തിന് നമ്മുടെ ഈ ശബരിമല ഉപകാരം ചെയ്യും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാരണം ഇത്രയും മനോഹരമായ, ലോകത്ത് തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് നമ്മുടെ ശബരിമല. അതിനെ എങ്ങനെ ആധുനിക രീതിയിൽ പരിഷ്കരിച്ച് ഏറ്റവും നല്ല ഒരു ക്ലീൻ സാഹചര്യത്തിൽ, കാരണം നമുക്കറിയാം എരുമേലിയുടെയൊക്കെ സാഹചര്യം വളരെ മോശമാണ് അവിടുത്തെ സാഹചര്യം. അപ്പോൾ ഒരു മിനിമം ഒറ്റയടിക്ക് നടന്നില്ലെങ്കിൽ ഒരു 100-200 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാകും. അത് നമ്മുടെ ലാഹ തൊട്ട് പമ്പ തൊട്ട് അവിടുത്തെ പഴകുളം മധു ഉൾപ്പെടുന്ന MLA ഉൾപ്പെടെ, ആൻ്റണി ഉൾപ്പെടെ, MP ഉൾപ്പെടെ എല്ലാവരെയും കഴിഞ്ഞ ദിവസം ബഹുമാനായ ദേവസ്വം മന്ത്രി വിളിച്ചു ചേർത്തിരുന്നു ഇത് സംബന്ധിച്ചുള്ള. കാരണം ശബരിമല തീർത്ഥാടനം വരുമ്പം സാധാരണഗതിയിൽ 1 മാസം മുമ്പ് മീറ്റിംഗ് വിളിക്കും. എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി ഒരു പരിപാടി നടത്തും. അവസാനം വരുന്ന ആളുകൾ മുഴുവൻ അവിടെ യാതൊരു സൗകര്യങ്ങളുമില്ലാതെ, അടിസ്ഥാന സൗകര്യമില്ലാതെ ചിലരെ വഴിയിൽ തടഞ്ഞു നിർത്തുന്നൊരു സാഹചര്യം. അപ്പം അങ്ങനെയുള്ള വിവിധ കാനന പാതകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളുടെയും കാര്യത്തിൽ അതീവ ശ്രദ്ധയുണ്ടാകും എന്ന് ഈ പറയുവാൻ ഉദ്ദേശിക്കുക. ദേവസ്വം ചെയർമാൻ ബാബുക്കുട്ടൻ നായർ അധ്യക്ഷനായി. ന്യൂറോ സയൻസിൽ 4ാം റാങ്ക് നേടിയ അമിത് പ്രകാശിനെ യോഗത്തിൽ ആദരിച്ചു. എരുമേലി പഞ്ചായത്ത് അംഗം നീതു പ്രശാന്ത്, NSS യൂണിയൻ കമ്മിറ്റി അംഗം രവീന്ദ്രനാഥ്, രാജൻ CU, ബാബു ശിവരംഗത്ത്, രഞ്ജിത്ത് S നായർ തുടങ്ങിയവർ പങ്കെടുത്തു. തായ്ലൻഡിൽ വികസിപ്പിച്ചെടുത്ത ലോട്ടസ് ബാംബു MLAയ്ക്ക് ഉപഹാരമായി നൽകി. ലോട്ടസ് ബാബു ആദ്യമായി കൃഷി ചെയ്ത ലാൽ പ്ലാപ്പള്ളി MLAയ്ക്ക് ഉപഹാരം സമർപ്പിച്ചു. സമ്മേളനത്തിന് ശേഷം MLA ക്ഷേത്രത്തിലെ ഗോശാല സന്ദർശിച്ചു. തുടർന്ന് പ്രസാദമൂട്ടിലും പങ്കെടുത്ത ശേഷമാണ് MLA മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. രാമായണ മാസാരംഭത്തിന് നാളെ തുടക്കം. ഇനി ഭക്തിയുടെ ഒരു മാസക്കാലം. ദുഷ്ടതകൾ നിവാരണം ചെയ്യുന്ന പുണ്യമാസമാണ് കർക്കിടകം. കർക്കിടക മാസം മലയാളികൾ രാമായണ മാസമായാണ് ആചരിക്കുന്നത്. ക്യാബിനറ്റ് ചാനലിലും രാമായണ പാരായണം ഒരുക്കിയിട്ടുണ്ട്. നാളെ മുതൽ രാവിലെ 7 മണിക്കും വൈകുന്നേരം 6 മണിക്കും രാമായണ പാരായണം സംപ്രേഷണം ചെയ്യും. പാലായിൽ തോട്ടം വെട്ടുന്നതിനിടയിൽ ഉണക്കമരം തലയിൽ വീണ് അസം സ്വദേശിയായ തൊഴിലാളി മരിച്ചു. തൊടുപുഴയിൽ നിന്നും കരാർ അടിസ്ഥാനത്തിൽ ജോലിക്ക് വന്ന അസം സ്വദേശി മൊക്സിദുൽ ഇസ്ലാമാണ് മരിച്ചത്. പാലാ കുറുമണ്ണ് പയസ് മൗണ്ടിൽ ഇന്ന് രാവിലെയായിരുന്നു അപകടമുണ്ടായത്. പയസ് മൗണ്ട് തോട്ടത്തിൽ റബ്ബർ തടി വെട്ടുന്നതിനിടയിൽ സമീപത്തായി നിന്ന മറ്റൊരു ഉണക്കമരം അപ്രതീക്ഷിതമായി മൊക്സിദുലിന്റെ തലയിലേക്ക് വീഴുകയായിരുന്നു. ഉടൻ തന്നെ ഈരാറ്റുപേട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകൾ
ബസ്സുകളിൽ സമഗ്ര ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ശുചീകരണ സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പോലീസ് സ്റ്റേഷനുകളുടെ മുഖച്ഛായ തന്നെ മാറുകയാണ്. പൊതുജനങ്ങൾക്ക് കൂടുതൽ മികച്ച സേവനം ഉറപ്പാക്കുന്നതിന്റെയും ശുചിത്വം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെയും ഭാഗമായി പോലീസ് സ്റ്റേഷനുകളിൽ സമഗ്ര ശുചിത്വ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. സ്റ്റേഷൻ പരിസരവും ഓഫീസ് മുറികളും സന്ദർശകർക്കായുള്ള കാത്തിരിപ്പ് കേന്ദ്രവും ഉൾപ്പെടെ എല്ലാ ഭാഗങ്ങളും വൃത്തിയാക്കി കൂടുതൽ സൗകര്യപ്രദമായ അന്തരീക്ഷം ഒരുക്കുകയാണ് ലക്ഷ്യം. കഴിഞ്ഞ ജൂലൈ 15 മുതൽ നടപ്പാക്കി വരുന്ന ശുചീകരണ സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പോലീസ് സ്റ്റേഷന്റെ മുഖച്ഛായ മാറുകയാണ്. പൊതുജനങ്ങൾക്ക് കൂടുതൽ വൃത്തിയുള്ള അന്തരീക്ഷം ഒരുക്കുകയാണ് ലക്ഷ്യം. ശുചീകരണത്തിന്റെ ഭാഗമായി കാടുകയറിയ മുറ്റവും പിടിച്ചെടുത്ത വാഹനങ്ങളും നിറഞ്ഞ പതിവ് പോലീസ് സ്റ്റേഷൻ കാഴ്ചകളിൽ നിന്നും വ്യത്യസ്തമായ അന്തരീക്ഷം ജനഹൃദയങ്ങളിൽ ഒരുക്കി പാലാ പോലീസ് സ്റ്റേഷനും ശ്രദ്ധേയമാവുകയാണ്. നിയമപാലനത്തിനൊപ്പം സ്റ്റേഷൻ പരിസരവും മനോഹരമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പോലീസുകാരുടെ ഈ മാതൃകാ പ്രവർത്തനം. SI കെ ദിലീപ് കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ 3 ദിവസം കൊണ്ട് സ്റ്റേഷൻ മുറ്റം ശുചീകരിച്ച് മനോഹരമായ പൂച്ചെടികൾ വെച്ച് പിടിപ്പിച്ചു. സ്റ്റേഷൻ മുറ്റത്തുണ്ടായിരുന്ന പഴയ വാഹനങ്ങൾ പിൻഭാഗത്തേക്ക് മാറ്റി പൊതുജനങ്ങൾക്ക് സ്റ്റേഷൻ പരിസരം കൂടുതൽ സുഖകരമായ ഇടമാക്കി മാറ്റി. പാലാ ട്രാഫിക് സ്റ്റേഷൻ പരിസരം ട്രാഫിക് SI B സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി മോടിയാക്കി. രാമപുരം സ്റ്റേഷനും സമാനമായ രീതിയിൽ വർഷങ്ങളായി കടന്നിരുന്ന വാഹനങ്ങളും കാട് നീക്കി സ്റ്റേഷൻ പരിസരം മനോഹരമാക്കി. രാമപുരം പോലീസ് സ്റ്റേഷന് ജില്ലാ പോലീസ് മേധാവി സാബു മാത്യു കെ നേരിട്ടെത്തി അഭിനന്ദിച്ചു. SHO കെ ദീപകിന്റെ നേതൃത്വത്തിലായിരുന്നു രാമപുരത്തെ ശുചീകരണം നടന്നത്. ന്യൂസ് ബ്യൂറോ, പാലാ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രൈവറ്റ് ബസ് വ്യവസായം തകർച്ചയിൽ എത്തിച്ച് പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി. വരുമാനം പകുതിയിലേറെ കുറഞ്ഞു. 1 മാസത്തിനിടെ സർവീസ് അവസാനിപ്പിച്ചത് നിരവധി സ്വകാര്യ ബസ്സുകൾ. KSRTCയുടെ സമയം പുനഃക്രമീകരിക്കണമെന്ന് ആവശ്യം. കാഞ്ഞിരപ്പള്ളി വിദ്യാഭ്യാസ ജില്ലയിലെ ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാമിന് തുടക്കം. യഥാർത്ഥ കഴിവുകൾ സ്വയം തിരിച്ചറിയണമെന്ന് പ്രൊഫസർ റോണി കെ ബേബി MLA. പൂവർണയിൽ നിന്നും കഞ്ചാവ് പിടികൂടിയ കേസിലെ പ്രതിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. പിടിയിലായത് തൊടുപുഴ സ്വദേശി. പൈതൃക സ്മരണകൾ ഉണർന്നു. സംക്രാന്തി സംക്രമ വാണിഭത്തിന് തുടക്കം. തനിമ ചോരാതെ ഗ്രാമീണ ചന്ത. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.